ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ഞായറാഴ്ച യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക. ഈ ലോകത്തിൽ സ്വർഗോന്മുഖരായി എങ്ങനെ ജീവിക്കാമെന്നാണ് ഈശോ നമ്മളെ ഈ തിരുവചനങ്ങളിലൂടെ പഠിപ്പിക്കുക. ഈ ലോകത്തിലെ സുഖദുഃഖങ്ങൾക്കിടയിൽ എപ്രകാരം നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കാം എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ തിരുവചനം വായിക്കുമ്പോൾ 3 ചിന്തകളാണ് എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത്. ശിഷ്യന്മാരുടെ ദുഃഖം, ആസന്നമായിരിക്കുന്ന ഈശോയുടെ വേർപാടിൽ ശിഷ്യന്മാർ ദുഃഖിക്കും എന്നുള്ളത് കർത്താവ് ആവർത്തിച്ച് പറയുകയാണ്. മറ്റുള്ളവർക്ക് വലിയ സന്തോഷമുണ്ടാകും. ഈശോയുടെ സാന്നിധ്യം, മാനുഷികമായ ശരീരത്തിലുള്ള സാന്നിധ്യം അവസാനിക്കാൻ പോകുന്നു എന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകുകയാണ്. അങ്ങനെ ഈശോ ഈ ലോകം വിട്ടു പോകുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ അയക്കാൻ സാധിക്കുക. പരിശുദ്ധാത്മാവിലൂടെ ഈശോ സമൂഹത്തിലെ സഭയിൽ സന്നിഹിതനാകുക അതാവശ്യമാണ്. നമുക്കറിയാം, ശിഷ്യന്മാർ പിന്നീട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിച്ച് ലോകമാസകലം, ലോകത്തിലുടനീളം തിരുവചനം പ്രസംഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് അനിവാര്യമാണ്. ഈശോയുടെ വേർപാടും അതുപോലെ തന്നെ പിന്നീടുള്ള പരിശുദ്ധാത്മാവിൻ്റെ വരവും അതൊക്കെ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഹിതമാണ്. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവിടെ ചക്രവാളങ്ങൾ വളരെ ചുരുങ്ങിയതാണ്. ശിഷ്യന്മാരുടെ വീക്ഷണകോൺ വളരെ ചുരുങ്ങിയതാണ്. അവർ താൽക്കാലികമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഒരു വിശാലമായി ഉള്ള ഒരു ചക്രവാളത്തിലേക്ക് ദൃഷ്ടികൾ പതിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ദൈവം കാണുന്നത് പോലെ കാണാൻ അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടേതായ ദുഃഖങ്ങളും നമ്മുടേതായ പോരായ്മകളുമൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, ദൈവം കാണുന്നത് പോലെ അവയെ കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത്. രണ്ടാമത്, ഈശോ പറയുന്ന വാക്കുകൾ പ്രത്യേകിച്ച് ഓർക്കുക. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. പ്രസവവേദന സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വേദന ഉളവാക്കുന്നതാണ്. അമ്മമാരെ പറ്റി അപ്രകാരമാണ് പറയുക. പക്ഷേ ആ ദുഃഖം പിന്നീട് വലിയ സന്തോഷത്തിലേക്കും ആശ്വാസത്തിലേക്കും പ്രതീക്ഷയിലേക്കും നയിക്കുന്നു. കാരണം ഒരു കുഞ്ഞ് ജനിക്കുന്നു. ഇതുപോലെ തന്നെ ഈശോയുടെ പീഡാസഹനം അതിൽ തന്നെ വേദനയാണ്, ദുഃഖമാണ്. പക്ഷേ അതിൽ നിന്ന് ഉത്ഥാനത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ വലിയ സന്തോഷവും വലിയ പ്രതീക്ഷയും, സന്തോഷത്തെക്കാൾ ഏറെ അവിടെ വലിയ ജീവിതത്തിൽ നിറവും ആനന്ദവും ഉണ്ടാകുന്നു. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ്സിൻ്റെ ഒരു കാലഘട്ടമാണ്. ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ. പെട്ടെന്ന് സന്തോഷം പൂർത്തീകരിക്കുക, സന്തോഷത്തിൻ്റെ കാരണങ്ങൾ, അത് സന്തോഷം കൈവരിക്കാനുള്ള ഉപാധികൾ എത്രയും വേഗം കണ്ടെത്തുക ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഹാപ്പനിങ്സ് അതിൽ നിന്നാണ് വരുന്നത്. സംതിങ് ദാറ്റ് ഹാപ്പൻസ്, സംഭവിക്കുന്ന ഒന്നിൽ നിന്നാണ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് സംഭവിക്കുന്ന ഒന്നിൽ നിന്നാണ് ഈ ഹാപ്പിനെസ്, സന്തോഷം ഉണ്ടാകുന്നത്, കടന്നു വരുന്നത്. എന്നാൽ നിലനിൽക്കുന്ന നിറവായ ആനന്ദം അത് ജീവിതത്തിലെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് വരുന്നത്. പെട്ടെന്നുള്ള പ്രശ്നപരിഹാരത്തിൽ നിന്നോ അല്ലെങ്കിൽ പോംവഴി കണ്ടെത്തലിൽ നിന്നോ അല്ല. ജീവിതത്തിലെ യഥാർത്ഥ സംതൃപ്തി അത് ദൈവത്തിന് മാത്രമേ നൽകാൻ സാധിക്കൂ. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താൻ ഞാൻ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഈ ഒരു മനോഭാവത്തോടു കൂടി ജീവിതത്തെ മുന്നിൽ കാണുമ്പോഴാണ് യഥാർത്ഥ ആനന്ദം നിറയുക. അപ്പോൾ സന്തോഷത്തെക്കാൾ ഉപരിയായി
ആനന്ദം, ജീവിത നിറവ്, ജീവിത തികവ്, അതിലേക്കെത്താൻ നമുക്ക് പരിശ്രമിക്കാം. മൂന്നാമത് നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ ചിന്തിക്കുക, കർത്താവിൻ്റെ വാഗ്ദാനമാണ്. കർത്താവ് പറയുന്നു, നിങ്ങൾ ചോദിക്കുക, അതൊക്കെ നിങ്ങൾക്ക് പിതാവ് തരും. ഇതുവരെ നിങ്ങളുടെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് കഴിഞ്ഞ ഞായറാഴ്ചയിൽ സുവിശേഷത്തിലെ ചില വചനങ്ങൾ 14-ാം അധ്യായത്തിൽ 13-14 വാക്യം, നിങ്ങളെൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും, പിതാവ് മഹത്വപ്പെടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ നാമം, ശക്തമായ നാമത്തിൽ നമ്മൾ ചോദിക്കുന്നു. എന്താണ് യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുക എന്ന് വെച്ചാൽ, യേശുവിൻ്റെ അതേ മനസ്സ്, മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ചോദിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിതാവിൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ മഹത്വം നിറവേറാൻ വേണ്ടി ചോദിക്കുന്നതാണ്. പണത്തിന് വേണ്ടിയോ പ്രതികാരം നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടിയോ ശക്തിയും സ്വാധീനവും ലഭിക്കുന്നതിനോ കൂട്ടുന്നതിനോ വേണ്ടിയോ ഉള്ള പ്രാർത്ഥനകളല്ല ഇവിടെ ഉദ്ദേശിക്കുക. ദൈവത്തിൻ്റെ മനസ്സിന്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുക, എല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള വലിയ സത്യമാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുക. പഴയ നിയമ വായന, ഏശയ്യായുടെ പുസ്തകം 49-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് സുപ്രസിദ്ധമായ വചനം നമുക്കറിയാം. പെറ്റമ്മ തൻ്റെ മകനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മളെപ്പറ്റി അത്രമാത്രം കരുതലും ഓർമ്മയുമുള്ള ദൈവം, കർത്താവ് നമുക്കെല്ലാം ആവശ്യമായതെല്ലാം തരും എന്നുള്ള വലിയ ബോധ്യം നമുക്ക് ഉണ്ടാകണം. ലേഖന വായന, നടപടി പുസ്തകം 8-ാം അധ്യായം 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. പ്രാർത്ഥനയിൽ നാം കാത്തുസൂക്ഷിക്കേണ്ട മനോഭാവത്തെപ്പറ്റിയാണ് പറയുക. നമ്മുടെ സ്വാർത്ഥതയും വ്യാമോഹങ്ങളും ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്തു വാങ്ങാമെന്നുള്ള ചിന്തയുമൊക്കെ മാറ്റിക്കളയണം എന്നാണ് ഈ ലേഖനഭാഗം നമ്മോട് പറയുക. ശമയോൻ എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ട് നമുക്ക് കാണാം. ആകയാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ ജീവിതം ഭദ്രമാണെന്ന് തിരിച്ചറിഞ്ഞ് യഥാർത്ഥ പ്രാർത്ഥനയുടെ, നല്ല പ്രാർത്ഥനയുടെ മനുഷ്യരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.